ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഫംഗ്ഷൻ്റെ കാര്യമായിട്ട് എൻ്റെ പപ്പയുടെ നാട്ടിലാണ്. പപ്പയുടെ നാട് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഫംഗ്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഫംഗ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി വയസ്സറിയിച്ച ചടങ്ങാണ്. അവിടെ ഇതൊരു കല്യാണം പോലെയാണ് അവർ നടത്തുന്നത്. ഫസ്റ്റ് അരക്കല്യാണം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. തമിഴിൽ വേറെയാണ് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ കറക്റ്റ് സമയം വരുന്നെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് കുറച്ച് ക്ലിപ്സ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. അനിയത്തിൻ്റെ പേര് കേശിക അശ്വിനി എന്നാണ്. അവർക്ക് മലയാളമൊക്കെ അറിയാം, എഴുതാനും വായിക്കാനും അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്നത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പപ്പയുടെ നാടിൻ്റെ പേര് പേയൻകുഴി എന്നാണ്. തക്കല ഭാഗത്താണ് പേയൻകുഴി ഉള്ളത്. ഒരുപാട് കട്ടത്തമിഴല്ല, മലയാളവും തമിഴും കൂടെ ചേർന്നൊരു ഭാഷയാണ്. പിന്നെ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ പറയുന്നതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊക്കെ ചെറിയ പ്രായം മുതലേ ഈ തമിഴ് കേൾക്കണമുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ ഇരിക്കുന്നത് എൻ്റെ 2 അമ്മായിയും 2 കുഞ്ഞമ്മമാരുമാണ്, കുഞ്ഞമ്മ ചെറിയമ്മമാരുമാണ്. ഇതിൻ്റെ മാമിയാണ് എൻ്റെ പപ്പയുടെ സഹോദരി. ഇതും ഒരു മാമിയാണ്, പപ്പയുടെ സഹോദരിമാർ. എല്ലാവരെയും ഇതുപോലെ വല്ല ഫംഗ്ഷന് നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുടെ അടുത്തൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇത് എൻ്റെ ബ്രദേഴ്സാണ്, ഒരു സിസ്റ്ററുണ്ട്. ഇതെൻ്റെ സ്വന്തം സഹോദരനാണ്, ഇതെൻ്റെ കൊച്ചിച്ചനാണ്. എല്ലാവരെയും ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം ഇതൊക്കെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇതെല്ലാവരും. ഇതെൻ്റെ ഒരു കുഞ്ഞമ്മയാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. കാരണം എപ്പോഴും വരുന്നതല്ല, വല്ലപ്പോഴേ വരാറുള്ളൂ. എല്ലാവരെയും കണ്ടു. കുറച്ച് നേരങ്ങൾ അവിടെ ഇരുന്നൊക്കെ എല്ലാവരുടെ സംസാരിച്ചിരുന്നു. പിന്നെ എൻ്റെ മക്കൾ ഇത് 2 പേരുണ്ട്. ഇതാണ് എൻ്റെ പപ്പയുടെ സഹോദരി, ഇതെൻ്റെ സിസ്റ്ററാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. എനിക്കവിടെ വീടുണ്ട്. അപ്പം ഞാൻ വീട്ടിലോട്ട് പോയില്ലെങ്കിൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട്. പക്ഷേ ഒരു പണി പറ്റിപ്പോയി, ഞാൻ താക്കോലെടുത്തില്ല വീട്ടിൽ. അപ്പോൾ പിന്നെ വീട് കാണിക്കണ്ടല്ലോ, അങ്ങോട്ട് കയറണ്ട. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നു. പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടാണ്. ഇത് ഹൈവേ ആണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ കാണുന്നത് റെയിൽവേ ആണ്. ഈ റെയിൽവേയിൽ ഒരുപാട് ഭയങ്കര വെയിലായിരുന്നു, ഫുള്ള് കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. നല്ല പച്ചപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. വെയിൽ കാര്യമാക്കാതെ ഞാൻ നടന്നു, എനിക്ക് ഹൈവേ കാണണമെന്നും പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാൻ, ഹൈവേ കാണാൻ പോയി അതിനെക്കാട്ടിലും കോമഡി. അവിടെ മൊത്തവും ഒരു പച്ച എന്ന് പറയുന്ന സംഭവം കാണാനില്ല, എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്നു. വഴിയിലോട്ട് പോകും ഭയങ്കര വെയിൽ. ഞാനാണെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ അങ്ങ് സ്റ്റോപ്പാക്കി. നല്ല പച്ച പ്രദേശം മതി. ഹൈവേ കണ്ടു പോയി പറയണം കേട്ടോ. ഇതൊക്കെ നമ്മൾ അപ്പൻ്റെ വകയായിരുന്നു, നാട്ടുകാർക്ക് എഴുതി കൊടുത്തു. ഇത് വെറും തണ്ണി നാരുക്കാണ്. വണ്ടി എടുക്കണില്ലെന്ന് വീട്ടിൽ പോണവര് ഇത് ഹൈവേയിൽ നിന്ന് കുറച്ച് ഷോർട്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ച് പോകാമെന്ന് കരുതി ഇറങ്ങിയപ്പോൾ കൊച്ചിനെ കണ്ട്. കൊച്ചൻ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, എല്ലാ വീട്ടിലൊക്കെ ഓരോ ഹാജര് വയ്ക്കുക. പിന്നെ അങ്ങോട്ട് ഹാജര് വയ്പ്പായിരുന്നു, കുറേ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലൊന്നും കയറി ഇറങ്ങി. അത് കഴിഞ്ഞ് പറമ്പിലോട്ട് പോയപ്പോൾ പറമ്പിൽ ചക്ക നിപ്പുണ്ടായിരുന്നു, പിന്നെ നൊങ്ക് നിപ്പുണ്ടായിരുന്നു. ഈ നൊങ്കൊക്കെ നമ്മളിവിടെ കിട്ടുമ്പോൾ വലിയ പാടായതുകൊണ്ട് പിന്നെ പിള്ളേർക്കും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ നൊങ്കൊക്കെ വെട്ടി വണ്ടിക്കകത്തോട്ട് കയറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 7:30 ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ എവിടെ എത്തി കൊല്ലങ്കോട് എത്തി. നമ്മൾ കൊല്ലങ്കോട് വഴിയാണ് വന്നത്. തിരിച്ചു വന്നത് കൊല്ലങ്കോട് വഴിയായിരുന്നു. കൊല്ലങ്കോട് ടെമ്പിളാണിത്, ഇവിടെയാണ് തൂക്കം നടക്കാറുള്ളത്. അപ്പോൾ ഇവിടെ വന്നു. നമുക്ക് കയറാൻ പറ്റിയില്ല, എന്നാലും കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ വീടെത്തിയപ്പോൾ തന്നെ ഒരുപാട് തളർന്നായിരുന്നു. നമ്മൾ പിന്നെ ആഹാരം പാർസൽ വാങ്ങിയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. അവനിനി വീട്ടിലോട്ട് പോകണം തിരിച്ച്. ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.